ഹായ്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടാവും എന്താണ് ഷെഫീന ഭയങ്കര അക്രമകരമായ രീതിയിലുള്ള സംഭാഷണങ്ങളും പെൺകുട്ടികൾക്ക് അഗൻസ്റ്റൊക്കെ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന ഒരു ഡൗട്ട്, അതിന്റെ ഒരു അതായത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ. വാസ്തവത്തില് നമ്മൾ ക്ലബ് ഹൗസ് പോലുള്ള ഒരു മീഡിയത്തിൽ ചർച്ചകൾ സംഘടിപ്പിക്കുകയും ഞാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു വേദി തന്നെയാണ് അത്. സാധാരണ മുൻപൊക്കെ ഫേസ്ബുക്കിൽ ഏതെങ്കിലുമൊക്കെ വായിക്കുക എടുക്കുക എന്നതിനപ്പുറം ഇപ്പം അവിടെ പോയി കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെതായ സമയപരിധിയിൽ ഞാൻ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആപ്പാണ് ക്ലബ് ഹൗസ് ആപ്പ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പല രീതിയിൽ വ്യക്തിഹത്യ നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ ആക്രമിക്കുന്ന രീതിയും വ്യക്തിഹത്യ നടത്തുന്ന രീതിയും ഒരു സ്ത്രീ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നുള്ള ഒരു സെക്കുലർ എന്താ പറയണേ അലിഖിത നിയമങ്ങളൊക്കെ ഉള്ള ഒരു പ്രതലമായിരുന്നു അത്. ഞാൻ വരുമ്പോൾ അതിന്റെ ഡിഫറെന്റ് സ്റ്റോറിയാണ് അവിടേക്ക് വന്നത്. പെണ്ണുങ്ങൾക്കും ശബ്ദിക്കാം, പെണ്ണുങ്ങൾക്കും തേറി പറയാം. നമ്മളെ ഒരാൾ സെക്ഷുവലി അബ്യൂസ് ചെയ്താൽ തിരിച്ചും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്ന ഒരു ടേം അവിടെ വന്നു എന്നുള്ളത് വസ്തുതയാണ്. ഒരുപാട് ശത്രുക്കളുണ്ട്, പ്രത്യേകിച്ച് ക്ലബ് ഹൗസിൽ. അപ്പോൾ ക്ലബ് ഹൗസ് ഹിസ്റ്ററിയിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ട കുറച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അതിനകത്ത് കിടന്നുകൊണ്ട് ഇസ്ലാമിക വിരുദ്ധതയാണ് പ്രചരിപ്പിക്കുന്നത്. ഇസ്ലാം അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പഠിച്ചു വളർന്ന എന്റെ വീട്ടിലൊക്കെ തന്നെ ഇസ്ലാം ഡിഫറെന്റ് ആണ്. ഇവരെന്ത് ഇസ്ലാമാണ് ഈ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. സോ ആ ഇസ്ലാമികരെ എതിരെ എനിക്ക് നിലകൊള്ളേണ്ടി വന്നു. കാരണം ഞാൻ വളർന്ന സാഹചര്യം ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് അവർ നല്ല ശത്രുക്കളായി എന്നുള്ളതാണ് വസ്തുത. ഇനി പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 2019 തൊട്ട് എന്നെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു ബ്രോക്കറിന്റെ ഭാര്യ എന്നറിയപ്പെടുന്ന, അത് എന്റെ അറിവിലാണ്, പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്നത് വ്യാജ നന്മമര ജേർണലിസ്റ്റ് എന്നാണ്. 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ഒരുത്തി ജേർണലിസ്റ്റ് ആവുക എന്നുള്ളത് ഭയങ്കര അതിശയിപ്പിക്കുന്ന കാര്യമാണ്. നമുക്ക് ചില ക്ലവർനെസ്സുകൾ, നമ്മൾ പറയുന്നില്ലേ, ചിലരുടെ ക്ലവർനെസ് അവർ ഉപയോഗിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഒരുപാട് എഡ്യൂക്കേഷൻ ഒന്നും ഡിമാൻഡ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ആളുകളെ ചതിക്കാനും വഞ്ചിക്കാനും സാധിക്കുമെന്ന് തെളിയിച്ച ഒരു ലേഡിയെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോ ഈ സ്ത്രീ പിന്തുടർന്ന് ആക്രമിക്കാനുണ്ടായ സാഹചര്യം, എനിക്ക് കുറച്ച് വസ്തു ഉണ്ടായിപ്പോയെന്നും ആ വസ്തു പണയം വെച്ച് അവർക്ക് കൊടുത്തില്ല എന്നുള്ളതുമാണ് ഞാൻ ചെയ്ത തെറ്റ്. ആ ക്യാഷ് കിട്ടാതെ വന്നപ്പോൾ എന്നെ ആക്രമിക്കുന്ന രീതിക്ക് ഒരറമ്പാതും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ സൈലന്റ് ആയിരുന്ന, പ്രത്യേകിച്ച് എനിക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആക്രമിക്കുന്നതും അടികൂടുന്നതും സോഷ്യൽ മീഡിയയിൽ കിടന്ന ആളുകൾ പറയുന്നതിനോടൊന്നും താല്പര്യമില്ലാതിരുന്ന ഞാൻ നിശബ്ദ പാലിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഗ്രാജുവലി എന്റെ ഫാമിലി ഇഷ്യൂയിലേക്കൊക്കെ ഒരുപാട് വല്ലാണ്ട് ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ എന്നെ പേടിപ്പിക്കാനായിട്ടെന്ന വ്യാജേന എന്റെ കുടുംബക്കാരെ ഒക്കെ തന്നെ ദ്രോഹിക്കുന്ന ഒരു നടപടി കണ്ടപ്പോൾ എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വന്നു. സോ ഈ റിയാക്ഷന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? പുള്ളിക്കാരത്തി നടത്തിയിരുന്ന സർവ്വ വെട്ടിപ്പിനും ഒരു തടയായി. കേസുകൊണ്ടും മനുഷ്യരെ ശല്യം ചെയ്തിരുന്ന ആ സ്ത്രീ കേസുകൊണ്ട് പോലും ഒതുങ്ങാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഞാനെന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ കൂടി വിത്ത് എവിഡൻസ് സർവ്വതും പ്രൂഫാക്കി വെക്കുമ്പോൾ മറുനാടനെ കൊണ്ട് പോലും സാധിക്കാത്ത ഒരു കാര്യം ഞാൻ സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. പകരം വീട്ടിലുണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്, ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുമുണ്ട്. പോലീസുകാരെ കൊണ്ട് അവളുടെ അധികാര പരിധി അല്ലെങ്കിൽ അവളുടെ സ്വാധീന പരിധിയിൽ നിന്നുകൊണ്ട് എന്നെ ആക്രമിക്കാവുന്ന മാക്സിമം അവൾ ചെയ്തു. നീതിബോധമുള്ള ജനങ്ങൾ എനിക്കൊപ്പം നിന്നതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയി ഞാൻ തന്നെ ഒരു പടി മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇപ്പോ ഇത് പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെറ്റുകളെല്ലാം അവൾ ചെയ്യും, കുറ്റങ്ങളെല്ലാം എന്റെ തലയിൽ വെക്കുന്ന ഒരു രീതിയുണ്ട്. ഞാൻ 2 വിവാഹം കഴിച്ച ആള് തന്നെയാണ്. എനിക്ക് അതിനകത്ത് ഒരു പൊടിക്ക് പോലും സങ്കടമോ പ്രയാസമോ ഇല്ല. 2 വ്യക്തിത്വങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ബന്ധം വളരെ സംയമനത്തോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കി പരസ്പര ബഹുമാനത്തോടുകൂടി അത് പിരിഞ്ഞു മാറുന്നതിൽ ഒരു തെറ്റുമില്ല. മറ്റൊരു പങ്കാളി നമുക്കിണങ്ങിയ ആളാണെങ്കിൽ അയാളെ സ്വീകരിക്കുന്നതിലും ഒരു തെറ്റുമില്ല. ഇതൊക്കെ ഞാനും ചെയ്തിട്ടുള്ളൂ. ഇവിടെ പലരും ചെയ്യാൻ മടിച്ചിരുന്ന ഒരു കാര്യമാണ്, ഞാനത് സിമ്പിളായി ചെയ്തു എന്നുള്ളതാണ്. 1995 എന്റെ ആദ്യ വിവാഹം. 1996 ഞങ്ങൾ വേർപിരിയുകയാണ് ഉണ്ടായത്. ഞാൻ വിട്ടുവന്ന എന്റെ ബന്ധത്തിനെ ഇകഴ്ത്താനോ അദ്ദേഹത്തിനെ മോശം പറയാനോ ഞാൻ ശ്രമിക്കുകയോ അദ്ദേഹം എന്നെ മോശം പറയാനോ അദ്ദേഹം ശ്രമിക്കുകയോ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ വഴക്കില്ല, കേസില്ല, പരസ്പരം മ്യൂച്വൽ എഗ്രിമെന്റിൽ പിരിഞ്ഞ ബന്ധമാണ്. അത് അല്ല എന്ന് തെളിയിക്കാൻ ഒരു രേഖ പോലും ആർക്ക് കൊണ്ടുവന്ന് കഴിയില്ല. കാരണം അങ്ങനെ ഒരു രേഖ ഇല്ലാത്തത് കൊണ്ടാ. അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം മറ്റൊരു വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുന്നു. ഞാനും മറ്റൊരു വിവാഹം കഴിച്ച് സ്വസ്ഥമായി ജീവിക്കുന്നു. ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളേ ഇല്ല.
എനിക്ക് 2018 ഒരു സൈഡ് പാരലൈസ് ആയി സുഖമില്ലായ്മ വന്നത് കാരണമാണ് ഈ ഒരു നടക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് വന്നിട്ടുള്ളത്. പേഴ്സണൽ കാര്യമാണ്, അതുകൊണ്ട് ഇത് ആഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം എനിക്ക് നടക്കാൻ കഴിയാത്ത ഒരു കാരണം എന്റെ ഒരു സൈഡ് പാരലൈസ് ആണ്. ആർക്കും വരാവുന്ന ഒരു അസുഖം. BP ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മളുടെ വെയിനിലേക്ക് ബ്ലഡ് പാസ് ചെയ്യുന്നതിന് ഒരു പെട്ടെന്നൊരു തട വന്നു കഴിഞ്ഞാൽ ആ ഭാഗം മുഴുക്ക വർക്കാകാതിരിക്കുക എന്നുള്ളതാണ് എന്റെ അസുഖത്തിന്റെ ഒരു രീതി. സ്വതവേ എനിക്ക് ആർത്രൈറ്റീസ് ഉണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു വിഷയം, അതായത് BP ഡൗൺ ആവുന്ന ഒരു ഇഷ്യൂവും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് വന്ന ഒരു അസുഖമാണ് ഒരു സൈഡ് പാരലൈസേഷൻ. 8 മാസത്തോളം എനിക്ക് കിടക്കേണ്ടി വന്നു. 8ാം മാസം പതിയെ ഫിസിയോതെറാപ്പിയിലൂടെ ചികിത്സയിലൂടെ പതിയെ എനിക്ക് അത്യാവശ്യം എന്റെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന രീതിയിലേക്ക് ഞാൻ എഴുന്നേറ്റിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനകത്ത് എന്റെ ഭർത്താവിന്റെ കയ്യൊപ്പില്ല, നാട്ടുകാരുടെ കയ്യൊപ്പില്ല, അല്ലെങ്കിൽ എന്നെ മറ്റൊരു രീതിയിൽ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തെളിവ് വയ്ക്കണം, ചുമ്മാ പറയരുത്. പക്ഷെ എനിക്കെതിരെ പറയുന്ന ആൾക്കാർക്ക് വിത്ത് തെളിവ് എനിക്കതങ്ങോട്ട് പ്രൂഫ് ചെയ്യാൻ പറ്റും. ഇന്ന് ക്ലബ് ഹൗസിൽ ഒരു സ്ത്രീ, സ്വപ്ന എന്നാണ് അവരുടെ പേര്, കിഷോർ ലിസ്ബാൻ എന്ന് പറയുന്ന ഒരാൾക്കൊപ്പം ഇരുന്നു കൊണ്ട് ക്ലബ്ബ് ഷെയർ ചെയ്യുന്ന ലേഡിയാണ്. ബാക്കി 11ഓളം പെൺകുട്ടികൾക്ക് കിഷോറിന് എഗൻസ്റ്റ് നിൽക്കുമ്പോൾ ലിസ്ബാനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ സ്ത്രീ അയാളുമായി 8 വർഷം പ്രണയത്തിലാണെന്നാണ് പറയുന്നത്. ഞാനല്ല, അത് അവർ തന്നെ പറയുന്ന വാക്കുകളാണ്. നമുക്കതൊന്ന് വേണമെങ്കിൽ കേൾക്കാം. 8 വർഷം പ്രണയത്തിലാണ് എന്ന് പറയുന്ന സ്വപ്ന പറയുന്നതാണ്, അവളുടെ വാക്കുകളിലൂടെയാണ്. ഇത് നമ്മൾ ആരും ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചതല്ല. ഞങ്ങൾ ആൾക്കാരെ പറ്റിക്കുകയാണ്, ഞാൻ ശരിക്കും പറഞ്ഞു അല്ലേ സ്വപ്നെ? സ്വപ്നെ, ഹലോ സ്വപ്ന ഇല്ലേ? പറഞ്ഞേട്ടോ നമ്മൾ രണ്ടുപേരും കൂടെ ലവ് ആണെന്ന്, ശരിയാണോ? ഞാനല്ല ചോദിച്ചത്, ഷാലുവാണ് ചോദിച്ചത്. ശരിക്കും എന്താണ് അത്? എന്റെ പ്രൊഫൈലിൽ കിടക്കുന്ന കണ്ടില്ലേ എന്താണെന്നുള്ളത്? ശരിക്കും താങ്കളുടെ പ്രൊഫൈൽ എവിടെ? എന്റെ പേര് ഒരു പേരുമില്ല, ഒന്നുമില്ല. അപ്പൊ ഉത്തരം പറയണ്ട. ഷാലു ചോദിക്കും. ഷാലു ഷാലു ചോദിക്കും. ഹൃദയം കൈമാറിയല്ലേ സ്വപ്ന കിഷോറാട്ടിനായിട്ട്? അതെ, അതൊക്കെ ഒരു 8 years ബാക്ക് ഹൃദയം കൈമാറിയതാണ്, 8 വർഷം മുമ്പ്. ആർക്ക്? 8 വർഷം മുമ്പ് അവർ പാസ് ചെയ്തു, ഹൃദയങ്ങൾ മാസ് ചെയ്തു. അവന്റെ പ്രൊഫൈലിൽ അവളുടെ പേരുണ്ട്, അവളുടെ പ്രൊഫൈലിൽ അവന്റെ പേരില്ല. പകരം ഹൃദയത്തിലാണ് കൊണ്ട് നടക്കുന്നതെന്ന് പറയുന്ന സ്വപ്നയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത്. ഇതൊരു ക്ലബ്ബ് ഹൗസ് എന്ന പൊതുവേദിയിൽ ഇരുന്നു കൊണ്ട് അവർ രണ്ടുപേരും നടിച്ച ഒരു നാടകമാണോ ഇനി റിയൽ ആണോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ കാണുന്നത് സ്വപ്നയുടെ ഭർത്താവിന്റെ ഫോട്ടോയാണ്. അദ്ദേഹം മരിച്ച ദിവസം, ആ ഡേറ്റ് അതിനകത്ത് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്. മാർച്ച് 15 സഞ്ചയനം എന്നുള്ള രീതിയിൽ 19/3/2023 എന്ന് പറയുമ്പോൾ ഈ വർഷം മാർച്ച് മാസത്തിൽ മരണപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്റെ അഭിവന്ദ്യ ഭർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ചയനത്തിന് ക്ഷണം അന്വേഷിക്കുകയാണ് ഈ പറയുന്ന ലേഡി. ബാക്കി ഡീറ്റെയിൽ ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ ഒരു സ്പെസിഫിക് ഇത് നിങ്ങൾ കാണുക. ഇത് സ്വപ്നയുടെ ഭർത്താവാണ്. ഈ സ്വപ്നയുടെ ഭർത്താവായ അവരുടെ മരണം, അതായത് അയാൾ സൂയിസൈഡാണ് ചെയ്തത്. സൂയിസൈഡ് ചെയ്ത ഒരു വ്യക്തിയെ അയാളുടെ ഭാര്യ സഞ്ചയനം നടത്തി എല്ലാവരും ക്ഷണിക്കുന്ന ഒരു ക്ഷണിക്കുറിപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് സ്വപ്ന പറഞ്ഞ അടുത്തൊരു ഡയലോഗ് നിങ്ങൾക്ക് കേൾക്കാം. സ്വപ്ന എന്നെ പറ്റി ഒരു കാര്യം പറഞ്ഞതാണ്. ഇത് എനിക്കെതിരെ അവർ രണ്ടുപേരൂടെ ചേർന്നിട്ട ഒരു ക്ലബ്ബാണ്. ഇതിന് കാരണമായ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിഷോർ ലിസ്ബാൻ ഒരേ സമയം 11 പെണ്ണുങ്ങളെ പറ്റിക്കുകയും പെണ്ണുങ്ങളെ പ്രേമം അഭിനയിച്ച് അവരെ കയ്യിൽ നിന്ന് കാശ് കൈപ്പറ്റുകയും വളരെ മോശമായി, അതായത് വളരെ സ്നേഹത്തോടെ അവരോട് സംസാരിച്ചിട്ട് ആ വോയിസുകളും ആ റെക്കോർഡുകളും കയ്യിൽ സൂക്ഷിച്ച് അത് വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പൈസ സംഘടിപ്പിച്ചത് ഞാൻ അറിഞ്ഞിട്ട് അതിനെതിരെ വീഡിയോ ചെയ്തതിന്റെ പേരിൽ അവരിട്ട ക്ലബ്ബാണ് നിങ്ങൾ ഈ കാണുന്നത്. ചട്ടുകാലിയും ഡേറ്റിംഗ് ചാരനും. എന്റെ ക്ലബിൽ എന്റെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തി ആണ് അജിത്ത്. അദ്ദേഹം ഒരു സഖാവാണ്. അപ്പൊ ഞങ്ങൾക്ക് പൊളിറ്റിക്കലി ഒരു ഇതുണ്ട്. എന്റെ അഭിപ്രായങ്ങളും ആശയങ്ങളും ഡിഫറെന്റ് ആണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായ ആശയം ഡിഫറെന്റ് ആണ്. പക്ഷെ
ഞങ്ങൾ ഒരേ രാഷ്ട്രീയമായതുകൊണ്ട് ഞങ്ങളുടെ ക്ലബിൽ അയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. ഇത് രാജയെ വെച്ച് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല, കാരണം കണ്ടിന്യൂസ്ലി എന്റെ എല്ലാ ആശയങ്ങൾക്കും എന്റെ ഒപ്പം നിൽക്കുന്ന ആളാണ് രാജ. ഇത് രാജയെ വിട്ടിട്ട് അജിത്തിനെ കയറി പറയുകയാണ്. അജിത്തും ഇതിനെ കർശനമായി വിലക്കിയിരുന്നു. ഈ കിഷോറിന്റെ ഈ ഒരു വൃത്തികേടിനെ കർശനമായി വിലക്കിയിരുന്നു. അതിന്റെ കൂടെ അജിത്താണ് എനിക്ക് മിക്കവാറുമുള്ള ഈ പെൺകുട്ടികളുമായിട്ടുള്ള ഇവന്റെ ഈ മോശപ്പെട്ട ഒരു ഇത് എന്നിലേക്ക് അറ്റൻഷൻ കൊണ്ടുവന്ന് ആക്കി തന്ന അജിത്താണ്. അതുകൊണ്ടാണ് അജിത്തിനെ ശത്രുവായി കിട്ടിയിട്ടുള്ളത്. ചട്ടുകാലിയും ഡേറ്റിംഗ് ചാരനും എന്ന് പറയുന്ന ആ ഒരു സ്പെസിഫിക് ക്ലബിൽ സ്വപ്ന എന്നെ പറയുന്ന കാര്യമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. കേൾക്കാം. അവിടെ പോയിരുന്നു കേൾക്കുന്നുണ്ടായിരുന്നു. മീര കണ്ണന്റെ ഒക്കെ പേര് അവിടെ കാണാം. അവിടെ പോയി ഹെഡിങ് അടിപൊളിയാണല്ലോ. ക്ലബ് ഹൗസ് ചട്ടുകാലിയും ഡേറ്റിംഗ് ചാരനും. അതെ അതെ, ചട്ടുകാലി ആരാന്നറിയാലോ, ഡേറ്റിംഗ് ചാരൻ ആരാന്നറിയാം. അവന്റെ പിങ് ചെയ്യാം ഇവിടെ. നമുക്ക് ആ ഒരു ഇത് പിങ് ചെയ്യണം ഇവിടെ. അവന്റെ ഫേസ്ബുക്കിൽ അവൻ ഡേറ്റിംഗ് ആപ്പ് ഓപ്പൺ ചെയ്ത് കണ്ണി കണ്ട ഇട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഇടാം. ചട്ടുകാലി ജന്മന അല്ലെന്ന് തോന്നുന്നു. ഈ ജാരൻ ആരോ വീട്ടിൽ കേറിയപ്പോ ഭർത്താവ് വന്ന് കാലടിച്ചൊടിച്ചതെന്നാ കേട്ടത്. ജന്മന ചട്ടുകാലിയല്ല, ഏതോ ബംഗ്ലാദേശുകാരനോ ഏവനോ അയാള് വന്നപ്പോ വീട്ടിനകത്തുണ്ടായിരുന്നു പോലും. അങ്ങനെ കാലടിച്ചൊടിച്ചു. ഇത് പറയുന്നത് ആരാണ്? 8 വർഷമായി കിഷോറുമായി പ്രണയത്തിലായി ഭർത്താവ് 2023 സൂയിസൈഡ് ചെയ്ത സ്വപ്ന എന്ന മാഡമാണ്. തെളിവ് ഉൾപ്പെടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടിട്ടതാണ്. ഇനി മറ്റേ പുള്ളിക്കാരത്തിയുടെ കാര്യം വരാം. അവരെ ഇതുപോലെ ഭർത്താവും ഭർത്താവിന്റെ അനിയനും അടിക്കുകയും അന്ന് ഈ ഭർത്താവ് ഈഴവ സമുദായത്തിൽപ്പെട്ടതായതുകൊണ്ട് അവരുടെ ഒരു ഉണ്ടല്ലോ നാടാരോ അങ്ങനെ ഒരു നടേശൻ മുതലാളി പുള്ളിയുടെ അടുത്ത് പോയി പുള്ളിക്കാരത്തി പരാതി അവതരിപ്പിക്കുമ്പോൾ അയാൾ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയാലേ അഴിച്ചു പൊടി എന്ന് പറഞ്ഞ് പിടിച്ച് പുറത്താക്കുമ്പോൾ അയാൾക്കെതിരെയും ഭർത്താവിനും ഭർത്താവിന്റെ അനിയനെതിരെയും കഴുത്തിൽ സുനാഫിക്കേഷനും ഇട്ടുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ അടുത്തേക്ക് പോയി ഒരു പയ്യാരം വെക്കുന്നുണ്ട്. അടി എവിടുന്ന് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഭർത്താവിന്റെ കയ്യിൽ നിന്നും ഭർത്താവിന്റെ അനിയന്റെ കയ്യിൽ നിന്നും അടി വാങ്ങിയിട്ട് കഴുത്തിൽ സുനാഫിക്കേഷനും ഇട്ട് രമേശ് ചെന്നിത്തലയുടെ നടയിലേക്ക് പോയി നിന്നുകൊണ്ട് കരഞ്ഞ സ്ത്രീയാണ് പറയുന്നത് ഷെഫീനയെ ബംഗാളി തല്ലി. ഷെഫീനയുടെ 2ാം ഭർത്താവ് തല്ലി, ആദ്യ ഭർത്താവ് തല്ലി, കാലൊടിഞ്ഞു. ഇതാണ് പറയുന്നത്. ഇതൊന്നുമല്ല കേട്ടോ, ഇതൊന്നുമല്ല. ഇതിനപ്പുറം കുറെ അധികം കാര്യങ്ങളുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി അവരുടെ ടൈം ലൈന് ഞാൻ ഇന്നലെ പോയി നോക്കുമ്പോൾ അതിനകത്ത് ഒരു ഇതുണ്ട്. ഒരുപാട് ഉപദ്രവിച്ചാൽ സൂയിസൈഡ് ചെയ്യല, വേറെ നിവർത്തിയില്ല. 2 പേര് കുട്ടികളെ അവരുടെ 2 കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്തു. അതിന്റെ കാരണം ചുറ്റുമുള്ളവരുടെ ഇതുകൊണ്ടല്ല, ആ കുട്ടികൾക്ക് ഒരു അസുഖമുണ്ട്, അസ്ഥി എന്തോ പൊടിയുന്ന അസുഖമാണ്. അത് ക്രമേണ കുട്ടികളെ മരണത്തിന് വിധേയരാക്കും എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് അവർ ഇങ്ങനെ നരകിച്ച് മരിക്കുന്നതിനേക്കാൾ അവരെ കൊന്നു കളഞ്ഞിട്ട് നമുക്ക് മരിക്കാവുന്ന തീരുമാനത്തിൽ അവർ ചെയ്ത ഒരു ഇതാണ്. അതിനെ എടുത്തു വെച്ചിട്ട് എല്ലാവരും കൂടെ ഉപദ്രവിച്ചാൽ ഞാൻ കയറി ചത്തുകളയെന്ന സൂചന കൊടുത്ത് അവിടെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. അത് പറയുമ്പോൾ ഞാനെന്ന സ്ത്രീയെ പിന്തുടർന്ന് ആക്രമിക്കുന്നു. ഞാൻ അവരെ ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ അവർക്ക് ഒരു രീതിയിലും പ്രോബ്ലത്തിന് പോയിട്ടില്ല. എന്റെ പ്രോപ്പർട്ടി പണയം വെച്ച് 1 കോടി രൂപ അവൾക്ക് സുഖിക്കാൻ എടുക്കാൻ പറ്റിയില്ല എന്നൊരു കാരണം കൊണ്ട് എന്നെ പിന്തുടർന്ന് ആക്രമിക്കുക, എന്റെ മകന്റെ ഫോട്ടോ വെച്ച് എന്നെ മോശം പറഞ്ഞ, എന്റെ കുടുംബത്തിനെ മോശം പറഞ്ഞ, ഇപ്പോ ഈ സ്വപ്നയുടെ കയ്യിലേക്ക് പോലും ഈ വൃത്തികേട് കൊണ്ട് കൊടുത്ത ഫിജോ ജോസഫിനെയാണ് ഞാൻ പറയുന്നത്. ഇത്രയധികം വൾഗാരിറ്റി കാണിച്ച് അരിയും തിന്ന് ആശാരിച്ചയും കഴിച്ച് പട്ടിക്കാണ് മുറുമുറുപ്പെന്ന് കൊണ്ടുപോയി കേസും കൊടുത്തു. എന്താണ്? ഞാൻ ഡീഫെയിം ചെയ്തു. ഇത്രയും ഇങ്ങോട്ട് ചെയ്ത ഡീഫെമേഷനൊക്കെ വാനിഷ്ടു. അപ്പോ ഇതിനകത്ത് കൃത്യമായി പറഞ്ഞാൽ ഭർത്താവിനെ ചതിച്ചത് ആരൊക്കെയാണ്? സ്വപ്നയും ഇവളും ചതിച്ചിട്ടുണ്ട്. 2നും അടി കിട്ടിയിട്ടുണ്ട്. സ്വപ്നയുടെ അടിയുടെ കണക്ക് എനിക്കറിയത്തില്ല, പക്ഷെ ഇവളുടെ ഭർത്താവ് അടിച്ചതിന്റെ റെക്കോർഡിക്കൽ എവിഡൻസ് നെറ്റിൽ അവൈലബിൾ. വേണമെങ്കിൽ ഞാനത് പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി സ്വപ്നയുടെ കേസ്, ഭർത്താവ് നോർമൽ മരിച്ചതല്ല, സൂയിസൈഡ് ആണ്. അന്വേഷിച്ചാൽ കൃത്യമായി എന്തായിരുന്നു ഇവരുടെ ബഹളമെന്ന് കൃത്യമായി അതിനകത്തുണ്ടാവും. ആരെങ്കിലും ഒരാളെ നമ്മൾ പറയുമ്പോൾ നമ്മൾ യോഗ്യതയുണ്ടോ ഇല്ലയോ നമ്മൾ ആദ്യം അന്വേഷിക്കണം. പെണ്ണുങ്ങളാണെന്ന് കരുതി കൺസിഡർ ചെയ്ത് മിണ്ടാതിരിക്കുകയായിരുന്നു ഞാൻ നാളിതുവരെ. അതല്ല. ഇനി ഈ പറയുന്ന വ്യക്തി പറയുന്ന മറ്റൊരു കാര്യമാണ് 2 ഭർത്താവിൽ നിന്ന് 2 കുട്ടികളെന്ന് പറയുന്നവൾ എങ്ങനെയാണ്? ആദ്യത്തെ ഭർത്താവിൽ 2 കുട്ടി, അടുത്ത ഭർത്താവിൽ 3 കുട്ടി,
ഈ മൂന്നാമതുള്ള കുട്ടി മറ്റൊരാളിലുള്ളതാണെന്നൊരു കിംവദന്തി. ഇങ്ങനെ കുറേ അധികം സ്റ്റോറീസ് ഉള്ള, അതായത് കൃത്യമായി പറഞ്ഞാൽ വിത്ത് എവിഡൻസ് ഉള്ള, രണ്ടാമത്തെ ആൾ ഭർത്താവ് പോലുമല്ല, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവാണ്. മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ അടിച്ചു മാറ്റി കൂടെ നിർത്തിയ ഒരു സ്ത്രീയാണ് പറയുന്നത് ഷെഫീനയുടെ. അതായത് ലീഗലി വിവാഹം കഴിച്ച് ജീവിക്കുന്ന ഷെഫീന ഭർത്താവാണോ അല്ലയോ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നവളുടെ ഭർത്താവിന്റെ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ വെപ്പാട്ടനാണ്. അതായത് അവരെന്ത് ചെയ്യുന്നോ അതെല്ലാം കൊണ്ടുവന്ന് നമ്മുടെ തലയിടുകയാണ്. ഇനി അടുത്ത് CRPC 7 എന്നാണ് ഇവരുടെ ക്ലബ് ഹൗസ് ID, ഫിജോ ജോസഫിന്റെ. അതിനകത്തുനിന്ന് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ഇളയ മകന്റെ പിതാവ് എന്റെ മൂത്ത മകനാണെന്ന്. അതായത് മക്കളെ പറഞ്ഞ് അമ്മയെ ചേർത്ത് പറയുമ്പോൾ നോവുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഇതാണ് എടുത്ത് അവിടെ ഇട്ടത്. തീർച്ചയായിട്ടും അവൾ അത് പറയും. എന്തുകൊണ്ടെന്ന് അറിയാമോ? നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നോ അതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവളുടെ എക്സ്പീരിയൻസ് അതായിരിക്കും, അങ്ങനെയായിരിക്കും ശീലം. ഒരു പക്ഷെ അവളുടെ അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം, അവളും അങ്ങനെ ചെയ്യാൻ പ്ലാൻ ഇടുന്നുണ്ട്. കാരണം കൊച്ചു കുട്ടികളാണ്, അത് നമ്മൾ പറയാൻ പറ്റത്തില്ലല്ലോ. പൊടിമക്കളാണ്, 16 വയസ്സം കണ്ടേ ഉള്ളൂ അവളുടെ മകനിക്ക്. അതെനിക്ക് പറയാൻ എന്റെ നാക്ക് കൂസും, ഞാനത് പറയത്തില്ല. ചിലപ്പോൾ അവൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അത് എന്റെ തലയിലേക്ക് കെട്ടിവെക്കുന്നത്. ഇപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളല്ല, അവൾ ചെയ്ത അവളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ് എന്റെ തലയിലേക്ക് കെട്ടിവെച്ചത്. ഇനി ഒന്നും കൂടെ ഉണ്ട്, അവളുടെ മകളുടെ ഫോട്ടോ വെച്ചിട്ട് എന്റെ ഫേസ് വെച്ച് ഒരു മോർഫിംഗ് ചിത്രം നാട് നീളെ പ്രചരിപ്പിക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും അത് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എനിക്കതിനകത്ത് ഒന്നുമില്ല. ഞാൻ തീർച്ചയായിട്ടും അത് വളരെ അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഒരമ്മ സ്വന്തം കുട്ടിയുടെ ഫോട്ടോ അങ്ങനെ മോർഫ് ചെയ്ത് വെച്ച് അങ്ങനെ അങ്ങോട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്, നല്ല കാര്യമല്ലേ? അതിൽ എന്റെ ഫേസ് മാത്രമേ ഉള്ളൂ, എന്റെ ബോഡി എന്തായാലും അതുപോലെ അല്ല എന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം, എന്റെ ഭർത്താവിനും അറിയാം. ഇത് കൊണ്ടും എന്റെ ഭർത്താവിന് കൊടുത്തിട്ട് പറയുന്നത് നിന്റെ പെണ്ണുമ്പളെ നാട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നതാണ് പറഞ്ഞു കൊടുക്കുന്നതാണ് എന്റെ ഭർത്താവിനോട്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയാമോ? എന്റെ പെണ്ണിന്റെ ബോഡി ഇതല്ല, അതെന്തായാലും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി അഥവാ ആണെങ്കിൽ പോലും അത് അവളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് ഒഴിഞ്ഞത്. ഏതായാലും വ്യക്തിബന്ധങ്ങൾക്ക് വളരെ മൂല്യം കൽപ്പിക്കുന്ന ഒരു പാർട്ട്ണർ എനിക്കുള്ളത് കൊണ്ട് ഈ പ്രശ്നം എനിക്കൊരു വലിയ ഇഷ്യൂ ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നു, പൊതുസമൂഹത്തിൽ ചിലരങ്ങനെയാണ്. തങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളെ മറ്റുള്ളവരുടെ തലയിലേക്ക് കെട്ടിവെച്ച് തങ്ങളുടെ തെറ്റുകൾ മറയ്ക്കാൻ ഒരു ശ്രമം നടത്തുന്ന ഒരു രീതിയുണ്ട്. ഇനി ഒരു വീഡിയോയും കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. PV അൻവർ MLA പക്ഷം ചേർന്നുകൊണ്ട് പുള്ളിക്കാരത്തി സ്വന്തം ക്രൈമുകളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. ആ ശ്രമം എനിക്ക് തീർച്ചയായിട്ടും അറിയാം PV അൻവറിന് തെറ്റുപറ്റിയതാണെന്ന്. ശരി, എന്നാൽ നമുക്ക് ഇതൊന്ന് കേട്ടുകളയാം. ഇത് സാധാരണ ഒരു മീഡിയ, ദീപിക എന്ന് പറയുന്നത് ഏത് ദിനപത്രമാണെന്നും അത് ഏത് ഫേവറബിൾ രാഷ്ട്രീയമാണെന്നും നിങ്ങൾക്കറിയാം. അതിൽ അച്ചടിച്ചു വന്ന ഒരു വാർത്തയാണ്, അതൊന്ന് കേൾക്കാം. സൈബർ കേസ്, ചെക്ക് കേസ്, മാനനഷ്ട കേസ്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ ദമ്പതികൾക്കെതിരെ 17 കേസുകൾ. പിടിയിലായതിനു ശേഷവും ഫേസ്ബുക്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ പോസ്റ്റും. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതിന് അറസ്റ്റിലായ ദമ്പതികൾക്കെതിരെ കൂടുതൽ കേസ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 17 കേസുകൾ നിലവിലുള്ളതായി ഇതില് പറയുന്ന ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും എന്റെ ടൈം ലൈനിൽ പോസ്റ്റ് ചെയ്തേക്കാം. ദീപിക എന്ന ദിനപത്രത്തിന്റെ സൈറ്റിൽ വന്ന വാർത്തയാണ് ഇത്. ഈ പറയുന്ന പ്രസ്തുത രാഷ്ട്രീയക്കാരന് അറിയത്തില്ലയോ ഇങ്ങനെ ഒരു വാർത്ത ഈ പത്രം പുറപ്പെടുവിച്ചത്? മാതൃഭൂമി, മനോരമ, അന്നുള്ള എല്ലാ മീഡിയയിലും അച്ചടിച്ചു വന്ന ഒരു സംഗതിയാണ്. എത്ര കേസ് നിങ്ങൾ വ്യക്തമായി കേട്ടില്ലേ? 17 കേസ്. അന്നത്തെ കാര്യമാണ്. ഈ കേസുകൾ കിട്ടിയ ശേഷം തുരുതുരുതുരാ കേസുകൾ കൊണ്ടു കൊടുത്തു. എന്താണെന്നറിയാമോ? ആക്സിഡന്റ് കേസല്ല, ഒരാൾക്ക് വണ്ടി ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ നടക്കാൻ സാഹചര്യമുള്ള ആക്സിഡന്റ് കേസല്ല. ആളുകളിൽ നിന്നും വിസ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിസയുടെ ഒരു ട്രൂ കോപ്പി ഉണ്ടാക്കി, അതായത് ഫേക്ക് കോപ്പി ഉണ്ടാക്കി കൊടുത്തിട്ട് പൈസ കൈപ്പറ്റിയ 9.5 കോടി രൂപയുടെ മോശടി നടത്തിയ ക്രൈമിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. ഈ ഒരു വസ്തുത ഉള്ളിൽ വെച്ചിട്ട് മറ്റുള്ളവരുടെ അടുത്തേക്ക് അവൾ കൊലപാതകിയാണ്, അവൾക്ക് ഒരു കേസുണ്ട്, ഒരു കേസ് ആക്സിഡന്റ് കേസ്. ആ ഒരു കേസിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ട് എന്തൊക്കെ ചുണക്കാണ് ഇവിടെ കാണിക്കണെന്നറിയാമോ? പിന്നെ മാഡത്തിന്റെ ടൈം ലൈനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇങ്ങനെ വരും. ഷാജൻ സ്കറിയ അങ്ങനെ ചെയ്തു, ഷാജൻ സ്കറിയ ഇങ്ങനെ ചെയ്തു, ഷാജൻ പിടിച്ചു, ഷാജൻ പിച്ചി, ഷാജൻ മാന്തി എന്നൊക്കെ പറയുന്നുണ്ട്. കഴുത്തിൽ കോളറും ഇട്ട്, അതായത് ഭർത്താവും ഭർത്താവിന്റെ അനിയനും കൂടെ തല്ലിയതിന് കഴുത്തിൽ കോളറും ഇട്ട് രമേശ് ചെന്നിത്തലയുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ഒരു മീഡിയയിലും
പേപ്പറിൽ പോലും പോണ്ട എവിടെയും ഒരിടത്ത് പോലും അച്ചടിച്ച് വന്നില്ലെന്ന് മാത്രമല്ല ആരും കാണിക്കാൻ പോലും തയ്യാറായില്ല. അന്ന് ഈ ഒരു സാധനം എടുത്ത് ഇട്ടത് ഷാജൻ സ്കറിയ തന്നെയായിരുന്നു. പുള്ളിക്കാരന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് പുള്ളിക്കാരത്തിയെ എടുത്തു, സപ്പോർട്ട് ചെയ്തു, ബ്ലാക്ക് മെയിലിംഗ് ചേർന്ന് നടത്തി സന്തോഷം അനുഭവിച്ചതായിരുന്നു. പിന്നെ എവിടെയോ തെറ്റി അതിനുശേഷം കർമ്മ ന്യൂസിലേക്ക് ചാടി. കർമ്മ ന്യൂസിൽ നിന്നുകൊണ്ട്, അതായത് പറയുന്നതൊക്കെ കേട്ടാൽ വസ്തുതാവിരുദ്ധമായ പല കാര്യങ്ങളും അതിനകത്തുണ്ട്. എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന മുഴുക്ക എന്തുവാണ്? കർമ്മ ന്യൂസിൽ ഞാൻ ഒരു പ്രതിഫലവും വാങ്ങിക്കാതെ ചെയ്തു, ക്രിസ്റ്റ വാങ്ങി. സ്വന്തം പേരിൽ ഇന്ന വരെ ഒരു വാഹനം രജിസ്റ്റർ ചെയ്യാത്ത ഒരാളാണ് പറയുന്നത് സ്വന്തം പേരിൽ ക്രിസ്റ്റ വാങ്ങിയെന്ന്. ഒന്നുമല്ല, സർവത്രിക ഉടായിപ്പായിരുന്നു. സർവ്വസാധനവും ഞാൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, കൃത്യമായ എവിഡൻസോട് കൂടി തന്നെയാണ്. ഏതോ ഒരു സ്ത്രീയുടെ പേർക്ക്, അവരുടെ പേർക്ക് ലോണിലെടുത്ത ഈ ക്രിസ്റ്റയ്ക്ക് കുറച്ചു നാള് പൈസ അടച്ചിരുന്നു. പിന്നീട് അത് അടയ്ക്കാതായപ്പോൾ അവരത് ഇടപെട്ട് വണ്ടി എടുത്തോണ്ട് പോവുകയാണ് ഉണ്ടായത്. ഇനി ഫ്രീക്ക് ജോലി ചെയ്ത ഈ മാടത്തിന് കുട്ടികളില്ലായിരുന്നോ, പ്രാരാബ്ദമില്ലായിരുന്നോ, പണക്കാരിയായിരുന്നോ, കോടീശ്വരിയായിരുന്നോ? വേറെ ബോർഡ്സ് എടുത്താൽ 0. 1 സെന്റ് ഭൂമി പോലും സ്വന്തം പേരിൽ രജിസ്ട്രേഷൻ നടത്താത്ത ഒരു വ്യക്തി പറയുകയാണ് ക്രിസ്റ്റ ഉണ്ടായിരുന്നു കയ്യിലെന്ന്. സാരല്ല, അതൊക്കെ നല്ല കാര്യമാണ്, നല്ല കാര്യം. നമ്മൾ അതിനകത്തൊന്നും പറയാനില്ല, നല്ലത് അങ്ങനെ നടക്കട്ടെ. മിറ്റമടിക്കും എന്നുള്ള ആ ഒരു വെല്ലുവിളിയൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് ഓവറാണ്. കാരണം കർമ്മ ന്യൂസുകാരൻ മറ്റതുപോലെ തപ്പിപ്പൊത്തി പോകും. അപ്പൊ എന്നാ പിന്നെ അതും കൂടെ അവനെയും കൂടെ ഈ കൂടെ അങ്ങോട്ട് ഒപ്പിക്കാം എന്നുള്ള ആ ഒരു വാക്കുതർക്കമുണ്ടല്ലോ, അതെങ്ങും എത്തത്തില്ല. ചിലപ്പം മിറ്റമടിക്കേണ്ട ഗതികേടിലേക്ക് വരും. അല്ല, യോഗ്യതയുള്ള പണി അതാണ്. അല്ലാതെ വ്യാജ സർട്ടിഫിക്കറ്റും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് ഹുണാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സർട്ടിഫിക്കറ്റ് വാണ്ടഡ് ആണല്ലോ എവിടെയും എന്ത് ചെയ്യാനും. അങ്ങനെ ഒരു സാധനം ഇല്ലാത്തിടത്ത് ഞാനൊരു ഭയങ്കര ജേർണലിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല കോപ്രായങ്ങൾ കാണിക്കുന്ന നിന്നോടൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലടിയെ, നീ വേറൊരെണ്ണം നടത്തിയില്ലായിരുന്നോ? ഈ കർമ്മ ന്യൂസിൽ നീ ഉണ്ടായിരുന്നു, ഷാജൻ സ്കറിയക്കൊപ്പം നീ ഉണ്ടായിരുന്നു, ഭാരതരത്നം എന്നും പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു. പറഞ്ഞ ഇടയ്ക്കൊരു വെല്ലുവിളിയും ബഹളമൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. നിന്റെ പാർട്ട്ണർ അല്ലേ അമ്പലത്തിലെ പൂജാരിയായിരുന്ന അങ്ങേര് ഏതോ ഒരു മാല, അതായത് ദേവിക്കിട്ട മാല മോഷ്ടിച്ച് വിറ്റു എന്ന് പറഞ്ഞിട്ട് അയാളെയും പിടിച്ച് ജയിലിലല്ലേ ഇട്ടിരിക്കുന്നത്. ഭാരതരത്നം നിന്റെ പേരിലല്ലേ ഉണ്ടായിരുന്നത്, നിന്റെ കയ്യിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. കാശ് കൊടുത്ത് വാങ്ങിയിട്ട് കാശ് കൊടുക്കാതിരുന്നപ്പോ എന്തോ ഒരു ക്രയവിക്രയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയും ഗുസ്തിയും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് അലയ്ക്കുമ്പോൾ ഈ സാധനമൊക്കെ ആളുകൾ സേവ് ചെയ്ത് വെക്കുമെന്ന് ഓർക്കണ്ടായോ? അപ്പൊ ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം കൊനഷ്ടം കാണിച്ചിട്ട് ഇപ്പൊ കുറ്റം മുഴുവൻ സാജൻ കൊടുത്തതൊക്കെ കുഴപ്പം, നീ കൊടുത്തതൊക്കെ കറക്റ്റ്. കേരള ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞൊരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടാക്കി വെച്ചിട്ട് അനു മാത്യു എന്ന് പറയുന്ന കുവൈറ്റിലുണ്ടായിരുന്ന ഒരു ടീച്ചർക്കെതിരെ വളരെ വൃത്തികെട്ട രീതിയിൽ മോശമായ സംഗതികൾ അച്ചടിച്ചതിനല്ലേ കേരള ബ്രേക്കിംഗ് ന്യൂസിന് പൂട്ട് വീണത്. അതിന് മാത്രമല്ല, കേരള സർക്കാരിനെ പറ്റിച്ചുകൊണ്ട് അതിലേക്ക് പരസ്യത്തിന്റെ ഒരു ഇത്, ഇന്നും ആ പരസ്യം കൊടുത്ത വ്യക്തി സസ്പെൻഷനിലാണ്. ഇന്നും അത് ക്ലിയർ ചെയ്ത് കിട്ടിയിട്ടില്ല. അപ്പോ A to Z അഴിമതിയും അരാജകത്വവും ചെയ്തതും വൃത്തികേടുകൾ നടത്തിയതും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തതും ഈ ഇടയ്ക്ക് പോലും അവരുടെ ഷോപ്പിലേക്ക് ഈ മയക്കുമരുന്ന് വേട്ടയ്ക്ക് പോലീസ് വന്ന് ചെക്കിങ് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്ത ഒരാള് ഒരു സാധനത്തിൽ ഇൻവോൾവ് അല്ലാത്ത ഷെഫീനയെ പറയുന്നത് വിരോധാഭാസമൊന്നുമല്ല. എന്താ പറയുക, ഇതൊന്നുമല്ല സ്റ്റോറി. ലോകം കണ്ട ഏറ്റവും നല്ല, അതായത് ഷാജൻ സ്കറിയൊന്നും ഒന്നുമല്ല, അദ്ദേഹം തൊഴുതു നിൽക്കും. അതിനേക്കാൾ വൾഗറായ അതിനേക്കാൾ ഭീകരിയായ ഒരു ക്രിമിനലിനെ അൻവർ MLA കൂട്ടുപിടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേട്. ഏതായാലും തെറ്റ് തിരുത്തുമെന്ന് വിശ്വസിക്കുന്നു. തെറ്റ് തിരുത്തിയില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. കൃത്യമായി പറഞ്ഞാൽ എന്തിനിറങ്ങി നിൽക്കുന്നോ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് വസ്തുത. ഈ ഒരു വിഷയത്തിൽ സിനിമാറ്റിക് ഡയലോഗും ഈ മൊത്തം അറുമാദിപ്പും ഒക്കെ ഇവളുടെ ഒരു കോപ്പി അടിയായിട്ടാണ് തോന്നാം. ഞാൻ PDP ആണെന്ന് പലപ്പോൾ പറയും, ഞാൻ BJP ആണെന്ന് പലപ്പോൾ പറയും, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാണെന്ന് പലപ്പോൾ പറയും. അങ്ങനെ പല നിലപാടുകൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് വ്യതിചലിച്ച് മാറി നിൽക്കുന്ന ഒരു വ്യക്തി ഏറ്റവും അധികം ആക്രമിച്ചിട്ടുള്ളത് സ്ത്രീകളെയാണെന്നുള്ളതാണ് വസ്തുത. ഷാജൻ സ്കറി ആണെങ്കിലും അവയാളുടെ അനുയായ ഫിജോയ് ആണെങ്കിലും ഒരേപോലെ സ്ത്രീകളെയാണ് അവർ ആക്രമിച്ചിട്ടുള്ളതെന്നാണ് വസ്തുത. ഒരുപാട് പേര് ഇതിന് വിറ്റ്നസ് ആയിട്ടുണ്ട്, ഒരുപാട് പേര് ഇതിന്റെ വിക്ടിം ആയിട്ടുണ്ട്. ഞാൻ ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത് എന്റെ മനോബലം ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോഴാണ് ഈ പ്രഹസന നോട്ട് അവിടെ കാണുന്നത്. പലരും ശല്യം ചെയ്താൽ ആത്മഹത്യ ചെയ്യുമെന്ന്. ഒരുപാട് മനുഷ്യരെ ആത്മഹത്യയിലേക്ക് നയിച്ച കൂട്ടരല്ലേ. തിരിച്ച് എന്തിനും ഏതിനും ഒരു കർമ്മയുണ്ടാകും, ആ കർമ്മഫലം തിരിച്ചു വരും എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അങ്ങോട്ട് കിട്ടുന്നത്.
അതിന് ഷെഫീനയുടെ വേറെ ബോർഡ്സ് എടുത്ത് അതിൽ മായം ചേർത്ത് കൊണ്ടുവന്ന് അവതരിപ്പിക്കണ്ട. എവിടെയും ഇല്ലാത്ത ഒരു രേഖയും കൊണ്ടുവന്ന് അവതരിപ്പിക്കണ്ട. ഞാൻ എന്റെ ബോഡി ഫുൾ ചെക്കപ്പിന് വിടാൻ തയ്യാറാണ്. നീയും തയ്യാറാവുക. അപ്പോ ലിസ്റ്റ് എടുക്കാം DNA എത്ര ഉണ്ടാകുമെന്ന്. അതിൽ കൂടുതൽ എനിക്ക് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. പിന്നെ തിരിച്ച് ബോഡിയിലുള്ള ഒരു വിഷമം, നീ തന്നെ ഇട്ട ഒരു പോസ്റ്റ് ഇല്ലേടി, നിന്റെ കാല് തൊട്ട് അങ്ങ് അറ്റം വരെ സാധനം വരെ പുഴുത്ത ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ ആരോ കളിയാക്കി എന്ന് പറഞ്ഞൊരു പോസ്റ്റ് നീ ഇട്ടില്ലേ? അപ്പൊ നിനക്ക് എത്ര വേദനിച്ചു? നീ ഈ നാട്ടിലുള്ള ആൾക്കാരെ കൊണ്ടു മുഴുക്കെ ഞാൻ ചട്ടുകാലിയാണെന്ന് പറയുമ്പോ, പിന്നെ അതിനെ ചൊല്ലി ഞാൻ എന്തെങ്കിലും പറയുമ്പോ എരവാദം മുഴക്കിയിട്ട് വല്ല കാര്യവുമുണ്ടോ? അസുഖം ആർക്കും വരാം. അത് നിനക്കുമുണ്ട്, എനിക്കുമുണ്ട്, ആർക്കും വരാം. അതിനെ ചൊല്ലി അത് വെച്ച് കളിയാക്കുന്ന നിങ്ങളുടെ അത്രയും മാനസിക വിഭ്രാന്തിയും ആ വൃത്തികേടും എന്നിലില്ലാത്തത് കൊണ്ട് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇത് ഈ രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്. ഇത് തീർച്ചയായിട്ടും ഞാൻ ഇതെടുത്ത് ചെയ്യുന്നുണ്ടെന്നറിയാമോ? നിങ്ങൾക്ക് എന്നോട് എതിർപ്പ് വരാം, തീർച്ചയായിട്ടും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ആശയപരമായി നിങ്ങൾക്ക് എന്നോട് വിരുദ്ധ അഭിപ്രായമുണ്ടെങ്കിൽ ഞാൻ ഉൾക്കൊള്ളും, ഞാൻ അക്സെപ്റ്റ് ചെയ്യും. എന്റെ കയ്യിൽ ഒരു പിഴവ് വന്നാൽ നിശ്ചയമായും ഞാൻ അതിനെ മറുത്തു പറയും. അതിനെ ഞാൻ നിശ്ചയമായിട്ടും എന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ മാപ്പും പറയും. ഒരു മാറ്റവും ഇല്ല. അത് എന്റെ വ്യക്തിത്വം അതാണ്. പകരം നിങ്ങൾ എന്റെ പേഴ്സണൽ സ്റ്റോറി കയറി അലമ്പിയാൽ എന്റെ പേഴ്സണൽ സ്റ്റോറി നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളൂ, ഒരു മാറ്റവുമില്ല. ആരെന്ത് ഫേക്ക് സാധനം കൊണ്ടുവന്ന് ഒട്ടിച്ചാലും കൃത്യമായി ഞാനത് പറയും. ഒരു സാധനവും കിട്ടാനില്ല, കിട്ടുകയുമില്ല. എനിക്ക് ഉറച്ച വിശ്വാസമാണ് ആ കാര്യത്തിൽ. എന്റെ ഒപ്പം ജീവിച്ച ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ആയാലും എന്റെ എക്സ് ഹസ്ബൻഡ് ആയാലും എന്റെ പാർട്ട്നേഴ്സ് ആയിരുന്നു. അവർക്ക് ഞാൻ എത്രത്തോളം പ്രിഷ്യസ് ആണെന്ന് അവർക്ക് വ്യക്തമായി അറിയുന്നിടത്ത്, ഞാൻ അവരെ നന്നായി മനസ്സിലാക്കുന്നിടത്ത് അവരിതുപോലെ വൾഗാരിറ്റിക്ക് കൂട്ടുനിൽക്കുകയോ പറയുകയോ ഇല്ലെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ആ ഉറച്ച നിപ്പ് നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എടുത്താൽ ഇവിടെ നിന്നൊന്നും കിട്ടത്തില്ല. പക്ഷേ ഷെഫീന തിരിച്ചിറങ്ങും. അപ്പോ ചത്തുകളയേണ്ട ഗതികേടിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടെത്തിക്കും. ഒരു മാറ്റവും ഇല്ല. കാരണം നിങ്ങളുടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള സ്റ്റോറി വിത്ത് എവിഡൻസ് എന്നോട് പറയുന്ന കണക്ക് ബംഗാളി പൂശി, ആന പൂശി, കോന പൂശി എന്ന് പറയുന്നത് പോലെയല്ല, എവിഡൻസ് കൊണ്ടുവന്ന് ഞാൻ വെക്കും. കൃത്യമായ എവിഡൻസ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ പറയും. അപ്പൊ കരഞ്ഞിട്ടോ കാറിയിട്ടോ ഒന്നും കാര്യമില്ല. സ്വപ്നയോടാണ്. സ്വപ്ന ചെയ്യുന്നത് എന്താണെന്ന് കൃത്യമായി എനിക്ക് എവിഡൻസ് ഉണ്ട്. പ്രദീപ് എന്ന വ്യക്തിയിൽ നിന്ന് നീ എത്ര രൂപ കൈപ്പറ്റിയെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. അയാൾ തന്ന വോയിസ് എന്റെ കയ്യിലുണ്ട്. അധികമായി ഞാൻ നിന്നെ അപമാനിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് തന്നെ നിനക്ക് ധാരാളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരാളുടെ ഊനം നോക്കി ചിരിക്കുന്ന നിന്നോളം മാനസിക വൈകല്യമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അത് നിന്റെ കുറ്റമല്ല, ഇപ്പുറത്തു നിന്നൊരു മറ്റൊരു ദേവത നിന്നെ കൊണ്ട് അത് ചെയ്യിച്ചതാണെന്നുള്ള വ്യക്തമായ ധാരണയുള്ളത് കൊണ്ട് മാത്രം ഞാനത് നെഗ്ലക്ട് ചെയ്യുന്നു. പക്ഷെ റിപ്പീറ്റ് ചെയ്താൽ പിന്നീട് നടക്കുന്നത് ബാക്കിയുള്ള ഡീറ്റെയിൽസുമായിട്ട് ഞാൻ ഇറങ്ങും. അതായത് 1 9 നിന്റെ മുഴുവൻ ചരിത്രവും A to Z ഞാൻ ഇതിവിടെ കൊണ്ടുവന്നിടും. അത്രയേ ഉള്ളൂ. താങ്ക് യു.